ആൾ കയറിയിട്ടില്ല വണ്ടിയിൽ, കയറാണ്ടാണ് ഇപ്പം എന്നെ പിടിച്ചു കൊണ്ടുവന്നത്. കർണാടകയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഊബർ വന്നിട്ട് അവിടുന്ന് ആളെടുത്ത് പോകുന്നുണ്ട്. അതെന്താ അവർ പിടിക്കാത്തപ്പോൾ? എന്നിട്ട് നമ്മൾ കുറേ ആൾക്കാർ, ഡ്രൈവർമാർ അറിയാത്ത ആൾക്കാരുണ്ട് അവിടെ. നമ്മളറിയാത്ത ആൾക്കാരാണ് ഇപ്പോൾ കുടുങ്ങിയത്. എത്ര ഞാനിപ്പോൾ ഫൈൻ 1000 അടയ്ക്കണം എന്ന് പറഞ്ഞാൽ 1000 അടപ്പിച്ചു. 1000 ഒരു ദിവസം ഓടിയാൽ കിട്ടില്ല. അതാണ് 1000 അടച്ചതിൻ്റെ സ്ലിപ്പാണിത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് അനധികൃത പാർക്കിംഗ് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികളെ പോലീസ് പിടിച്ചു വച്ചിരിക്കുകയാണ്. അവരോട് ഫൈൻ അടക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണാം. ഈ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ നിരവധിയായ ഓട്ടോകൾ പോലീസ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിനുള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ അവർ അനധികൃത പാർക്കിംഗ് നടത്തിയെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഫൈൻ അടക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ആ രീതിയിലല്ല ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഈ അനധികൃത പാർക്കിംഗ് നടത്തുകയും ആളുകൾ നിയമവിരുദ്ധമായി ഓട്ടോ ഓടിക്കുന്ന ആളുകളെ പിടിക്കാതെ സാധാരണ ഓട്ടോ ഡ്രൈവർമാരെ പിടിച്ചു എന്നുള്ളതാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ പറയുന്ന കാര്യം. അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ചേട്ടാ, എന്താണ് പോലീസ് പറയുന്നത്? അവർ പറഞ്ഞത് തന്നെയാണ്. ഞാൻ ആളെ കയറ്റിയിരുന്നു, പക്ഷേ ഞാൻ അപ്പോൾ പോലീസുകാരവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സാറ് പറയുകയാണെങ്കിൽ ഞാൻ ആളെ കയറ്റിയിരുന്നു. ആളെ കയറ്റിയതിന് ദിവസം ഇവർക്ക് സി എ അവിടെ ഉണ്ട് സംസാരിക്കുന്നു. സി എന്നോട് സംസാരിച്ചു, നീ നേരെ സ്റ്റേഷനിൽ പോയിട്ടില്ലെങ്കിൽ 5000 ഫൈൻ എടുക്കേണ്ടത് കേട്ടാൻ പാടില്ല. ഇല്ല, അപ്പോൾ തന്നെ എനിക്ക് അവിടെ ഇവിടുന്ന് കോൾ വന്നു, ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വണ്ടി ഏറ്റും കൊടുക്കുന്നു. സാധാരണ 30 രൂപ 40 രൂപ അങ്ങനെ ചെറിയ ഓട്ടങ്ങൾ, ചെറിയ വാടക അങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ വാടക ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉപ്പൂർക്കിൻ്റെ ഓട്ടം ഒക്കെയാണ്. അവരോടാണ് ഈ 5000 രൂപ ഫൈൻ അടക്കണമെന്ന് പോലീസ് പറയുന്നത്. എന്തായാലും വലിയ ഒരു ആക്ഷേപം തന്നെയാണ് ഇവർ ഉയർത്തുന്നത്. പോലീസ് ഇങ്ങനെ സാധാരണ ഇവർ അനധികൃത പാർക്കിംഗ് നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് വേണ്ടി ഓട്ടോ ഓടിക്കുന്ന ആളുകളാണ്. എന്താണ് പോലീസ് പറയുന്നത്? പോലീസ് ഫൈൻ അടയ്ക്കാൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ഇത് ചെയ്യണത് തെറ്റ് തന്നെയാണ്. നമ്മൾ ഈ ഓട്ടോ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഉന്തി കൊണ്ടുവന്ന 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നേരം വൈകിട്ടൊക്കെ ആളെടുത്ത് പോകുന്ന സംഭവം തന്നെയാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ല. ആൾക്കാർ ഇറങ്ങി വരുന്നത് കണ്ടമാനം ആൾക്കാർ ഇറങ്ങി വരുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ തോന്നിയ മാതിരി ആൾക്കാരെടുത്ത് പോകുന്നുണ്ട്. അവിടെ ഒളിച്ചു നിന്നിട്ട് 2 ഡ്രൈവർമാർ ഉള്ളിൽ കയറി നിൽക്കും. എന്നിട്ട് ഫോൺ വിളിച്ച് പറയും, വരുന്ന ആൾക്കാർ എയർപോർട്ടാട്ടോ അല്ലെങ്കിൽ 2 ആൾക്കാർ മലേഷ്യ ആട്ടോ, അവരെ നോക്കിക്കോ, അവരെ കയറ്റിക്കോ. എന്നിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കമ്മീഷൻ ഇവരൊക്കെ എടുത്തുകൊണ്ടാണ്. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. വരുന്ന വഴിക്ക് അവിടെ ആളെ ഇറക്കി, അവിടെ നിന്ന് ഒരാളെ കയറ്റി 40 രൂപേൻ്റെ ഓട്ടത്തിന് ഒരാളെ കയറ്റി. ഇവിടെ എത്തിയപ്പം ഫൈന് 1000 രൂപ ഫൈൻ. അതാ ഞാൻ ഫൈൻ അടച്ചതാ, 1000 രൂപ ഫൈൻ അടച്ച്. പിന്നെ ഊബർ വരുന്നുണ്ട് അവിടെ, കർണാടക രജിസ്ട്രേഷൻ ഊബർ വരുന്നുണ്ട്. ആ ഊബർ വന്ന ഊബറിനോട് നമ്മൾ ചോദിച്ചാൽ പറയും അത് ഞങ്ങളെ വിളിച്ചിട്ട് വന്നാ. കസ്റ്റമറോട് ചോദിച്ചാൽ പറയും, കസ്റ്റമറും പറയും ആ ഞങ്ങൾ വിളിച്ചത് വന്നതാ. ഇവരും കൈ കാട്ടിട്ടല്ലേ നമ്മൾ നിർത്തുന്നത്, അവരും വിളിച്ച വണ്ടിയല്ലേ നമ്മൾ നിർത്തുന്നത്. ഇപ്പം നമുക്ക് ഫൈനും ഇങ്ങനത്തെ ആൾക്കാർക്ക് കുത്തക കമ്പനികൾക്കൊന്നും ഫൈനും ഇല്ല, ഒന്നുമില്ല. അതെ, വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സാധാരണ ബുക്കിംഗ് ചെയ്ത് ഈ ടാക്സികളൊക്കെ തന്നെ കയറിയ ആളുകൾ പോകുന്നു, അവർക്കെതിരൊന്നും യാതൊരു നടപടിയില്ല. അത് നിയമവിധേയം കൂടിയാണ്. എന്നാൽ ഇവരിങ്ങനെ സാധാരണ 40 രൂപ 50 രൂപ ദിവസക്കൂലിക്ക് വേണ്ടി ഓട്ടോ ഓടിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ ചാർജ് എന്ന് പറയുന്നത് സാധാരണ തൊട്ടടുത്തേക്കുള്ള സ്ഥലത്തേക്കൊക്കെ യാത്ര. പിന്നെ പോലീസുകാരൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ അവിടുന്ന് ആളെ എടുക്കാൻ പറ്റില്ല, അവിടെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം ഉണ്ടെന്ന്. ആ നിയമം ഞങ്ങളൊന്നും അറിയുന്നില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഞാനൊക്കെ ഇഷ്ടം 2 ഗ്രൂപ്പ് 3 ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ നിയമം. പിന്നെ മറ്റെന്തായിരുന്നു പറയാൻ വന്ന കാര്യം മറന്നുപോയി. വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാകുന്ന ഒരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. അത് യാതൊരു തര കമ്മ്യൂണിക്കേഷനും ആദ്യം നടത്താതെ ഇങ്ങനെ നിയമവിരുദ്ധമാണ് ഈ കാര്യമെന്നോ ആ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് അറിയിക്കാതെ, അല്ലെങ്കിൽ ഇത് കൃത്യമായി പ്ലാനിങ്ങോട് കൂടി ഇങ്ങനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ പിടികൂടാതെ സാധാരണ ഓട്ടോ ഡ്രൈവർമാരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ജിജീഷിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.